ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരാം, അറ്റ് ദ സെയിം ടൈം പോസിറ്റീവ് കമന്റ്സും വരാം കേട്ടോ. അങ്ങനത്തെ ഉള്ള ഒരു ടോപ്പിക്കാണ്. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 8 മാസം മുന്നേ ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു റീൽ പോലെ ചെയ്തിട്ട് ഞാൻ അതിൽ ചെറിയൊരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഗോസ്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ലോങ് ബാക്ക്, ഐ തിങ്ക് 2006 ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ലൈക്ക് ഗോസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് ചെയ്തു, പറയൂ. പക്ഷേ ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് വിശ്വസിക്കാത്തവര് ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ നാട്ടില്. സോ അവര് നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് അല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് തെറ്റല്ലേ, നിങ്ങളുടെ തോട്ട്സ് തെറ്റല്ലേ, അപ്പൊ പിന്നെ നിങ്ങൾ സൈക്കോളജി എന്ന് പറയുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് എന്ത് ബന്ധമാണെന്ന് കുറേ എന്നെ ക്രിറ്റിസൈസ് ചെയ്യും. ഐ നോ ദാറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വീഡിയോ ചെയ്യണ്ട എന്ന് വെച്ചിരുന്നത്. ബട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതല്ല. ഇപ്പൊ ഞാൻ മാത്രമേ അത് കണ്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ മാത്രമേ അത് അനുഭവിച്ചുള്ളൂ എങ്കിൽ ഞാൻ ഒരിക്കലും ഇത് പറയില്ല. കാരണം ചിലപ്പോൾ എന്റെ തോട്ട്സ് ആവാം അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള ചിന്തകളാവാം എന്ന് സ്വയം ചിന്തിച്ച് ഞാൻ കളയുമായിരുന്നു. പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്ത സ്ഥലത്ത് ഏകദേശം ഒരു 100ഓളം ആളുകൾ ഉണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് ആ സ്ഥലത്ത്. ഞങ്ങളുടെ ആ ഒരു ഈ പറയുന്ന ഇത് നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒട്ടുമിക്ക പേരും ഇത് അനുഭവിച്ചതാണ്, തിരിച്ചറിഞ്ഞതാണ്. ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തതുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, ഒരു ഗോസ്റ്റ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ടോപ്പിക്കിലേക്ക് കിടക്കല്ലേ. നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ, നിങ്ങൾ ഇതിന്റെ പേരിൽ നെഗറ്റീവ് പറഞ്ഞാലും ശരി, ഞാൻ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. എന്താ അറിയോ, ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഒന്നും വിശ്വസിച്ചില്ല. പക്ഷെ ഞാൻ അതിനുശേഷം എനിക്കത് ഒരു ഇൻസിഡൻസ് അതിന് ശേഷം ഉണ്ടായിട്ടില്ല. അപ്പോ ഞാൻ ഇത് അന്ന് ഉണ്ടായിരുന്ന ആ സമയത്തുള്ള കുറച്ച് പേരുമായിട്ടും ഡിസ്കസ് ചെയ്തു. അപ്പൊ അവർ ഓക്കെ ഡെഫിനറ്റ്ലി പറയൂ, കാരണം നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം എനിവേസ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അതായത് ഞാൻ പറയാൻ പോകുന്നത്, ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. 3 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആണ് ഞാനും എൻ്റെ അനിയത്തിയും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെ ട്രൂപ്പുകളിലോ അങ്ങനെയൊന്നും ഞങ്ങൾ പോയി ഡാൻസ് ചെയ്തിട്ടില്ല. അരങ്ങേറിയിട്ടുണ്ട്, ഞങ്ങളുടെ അമ്പലങ്ങളിൽ ഞങ്ങൾ ഡാൻസ് പെർഫോം ചെയ്തിട്ടുണ്ട്, പിന്നെ സ്കൂളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടി, അപ്പോൾ ആരുടെയും പേരൊന്നും ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ എൻ്റെ അനിയത്തിയുടെ ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടി ഒരു ട്രൂപ്പിലോ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് കൂടെ കളിക്കുന്ന വേറൊരു കുട്ടി ആ ദിവസം വരാനിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു കാരണവശാൽ ഈ പുള്ളിക്കാരി, അതായത് എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്, അനിയത്തിനെ വിളിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഡാൻസിനെ പങ്കെടുപ്പിക്കുമോ എന്ന് ചോദിക്കാൻ എൻ്റെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ കുട്ടിയുടെ കൂടെ പെർഫോം ചെയ്യുന്ന കുട്ടി അന്ന് വരാതിരിക്കുവോ എന്തോ ഒരു സംഭവം കാരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് പകരമായിട്ട് എൻ്റെ അനിയത്തിയെ വിടുവോ എന്ന് ചോദിക്കാനാണ്. സോ അങ്ങനെ വീട്ടിൽ വന്നു. അങ്ങനെ അനിയത്തിക്ക് പോകാൻ താല്പര്യമില്ല. സോ ഞാൻ കുറച്ച് ആക്റ്റീവാണ്, എന്തിനും പങ്കെടുക്കണം എന്നുള്ള ഒരു താല്പര്യമുള്ള ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പൊയ്ക്കോളാം അതിന് പകരം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്നത് കൊല്ലം ജില്ലയില് കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കരുനാഗപ്പള്ളിയുടെ അടുത്ത് ഇടവക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പൊ ഞാനിങ്ങനെ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പോയി. അപ്പൊ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ട്രൂപ്പാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തത്, ഡാൻസിന്റെ ഒരു ട്രൂപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സ്റ്റേജ് ഷോസ് വരും. സോ അതിന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാൾ തന്നെ ഒരു 3-4 ഡാൻസസ് ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പൊ പ്രോഗ്രാം പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റിഹേഴ്സൽസ് ആണ് നടക്കുന്നത്. അപ്പൊ എനിക്കവിടെ കാണാൻ കഴിഞ്ഞത് ഒട്ടുമിക്ക പേരൻസും, ഈ കുട്ടികളെ കൊണ്ടുവരുന്ന ഒട്ടുമിക്ക പേരൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പോകുന്നത് എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരിയുടെ കൂടെ ആണല്ലോ. അപ്പൊ അനിയത്തിയുടെ കൂട്ടുകാരിയുടെ കൂടെ വന്നതെന്ന് വെച്ചാൽ അവരുടെ ഗ്രാൻഡ് മദറും അവരുടെ ആന്റിയാണ് ഉണ്ടായിരുന്നത്. സോ അവരെ ആണ് ഞങ്ങളെ അക്കമ്പനി ചെയ്തത്. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ആരും വന്നില്ല പോകാനായിട്ട്. ബാക്കി എല്ലാ കുട്ടികൾക്കും, പെൺകുട്ടികൾക്കെല്ലാവർക്കും ആരെങ്കിലും അപ്പനോ അമ്മമ്മയോ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ട്. പിന്നുള്ളത്, അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത് അന്ന് ആ ഒരു വീട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീടെടുത്ത് റെന്റിന് ഒരു വീടെടുത്തിട്ട് അവിടെയാണ് റിഹേഴ്സൽ നടക്കുന്നത്. അപ്പൊ ആ വീടെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം ഒരു ഒറ്റ നില ഒരു വാർത്ത വീടാണ്.
ഫുൾ കാടാണ്, വീടിന് ചുറ്റും കാട്. അപ്പൊ അത് ഒറ്റയടി കാണുമ്പോൾ നമുക്കറിയാം ആൾതാമസം ഒന്നുമില്ല. കാരണം ആൾതാമസം ഉണ്ടാണെങ്കിൽ എന്തെങ്കിലും തൂത്തും വൃത്തിയാക്കി പുല്ല് കുറച്ചൊക്കെ ഇട്ടിരിക്കുമല്ലോ, അങ്ങനെയൊന്നുമില്ല. ഫുൾ കാടായിട്ട് കിടക്കുന്നത്. ബട്ട് റിഹേഴ്സലിന് വേണ്ടി ഒരു ഹോള്, ഒരു 2-3 ബെഡ്റൂം, ഒരു കിച്ചൺ, പുറത്തൊരു അടുപ്പ്, അങ്ങനെ സെറ്റപ്പായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടോ. അതൊക്കെ കുറെ വർഷമായല്ലോ, 2006 കാര്യം. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഈ പറഞ്ഞ ഹോസ്റ്റലിൽ എവിടെയും നിന്നിട്ടൊന്നുമില്ല. +2 വരെ വീട്ടിൽ തന്നെ നിന്നിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ വീട് വിട്ട് കുറച്ച് പിള്ളേരുടെ കൂടെ ഒക്കെ നിൽക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ കുറേ പല ജില്ലകളിലുള്ള ആലപ്പി, എറണാകുളം, അവിടെയൊക്കെയുള്ള കുറേ പെൺപിള്ളേര്, ട്രിവാൻഡ്രം ഒക്കെ ഉണ്ട്. ഞാൻ കൊല്ലമാണല്ലോ. ഞാനും മറ്റേ കുട്ടിയും കൊല്ലത്തുള്ള വേറെ 2-3 പേരോടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇരുന്നപ്പോൾ ഗേൾസ് എല്ലാവരും കൂടെ അന്ന് ഒരുമിച്ച് കിടക്കാനായിട്ട് രാത്രി പ്ലാൻ ചെയ്തപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഇവിടെ ആമ്പിള്ളേർ, സെയിം ഞങ്ങളിപ്പം ആ കൂട്ടത്തിൽ ഞങ്ങൾ പെൺപിള്ളേരാണ്. ആക്ച്വലി ഈ ട്രൂപ്പിൽ ആണും പെണ്ണും ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ആ വീട്ടിൽ താമസിച്ചിരുന്നത് ആമ്പിള്ളേരാണ്. ഇപ്പൊ അവരെ വേറെ സ്ഥലത്തോട്ട് മാറ്റി. അതുകൊണ്ട് നമുക്ക് പെൺപിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീട് തന്നിരിക്കുന്നത്. റിഹേഴ്സൽ അവിടെ വെച്ചിട്ടുണ്ട്. ആമ്പിള്ളേർ ഇവിടെ വരും പ്രാക്ടീസ് സമയത്ത്. അപ്പോ ആ ആമ്പിള്ളേര് ഇവിടെ കഴിഞ്ഞ ആഴ്ച സ്റ്റേ ചെയ്തപ്പോൾ അവര് ഓജോ ബോർഡ് നോക്കിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓജോ ബോർഡ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, എന്താ ഇത് സംഭവം, എനിക്ക് അറിയത്തില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അതിൽ 1-2 പിള്ളേരൊക്കെ ഇതുപോലെ നോക്കിയിട്ടുള്ളത്. അപ്പൊ അവരോട് നമുക്ക് നോക്കിയാലോ. അപ്പൊ ഞാനങ്ങ് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കാം, എനിക്ക് അറിയണമല്ലോ എന്താണെന്ന്. അപ്പോൾ അതിൽ 1-2 പേര് പീരീഡ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ 1-2 കുട്ടികൾ പീരീഡ്സോ. അപ്പൊ പറഞ്ഞു, ഓക്കെ, ഇത് പക്ഷെ എല്ലാവരും ഒരേപോലെ വിചാരിച്ചാൽ മാത്രമേ ഇത് വരുള്ളൂ. ആക്ച്വലി ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി വരണമെങ്കിൽ എല്ലാവരും ഒരേപോലെ മനസ്സ് വെക്കണം. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ അന്ന് രാത്രി, അതായത് ഫസ്റ്റ് ഞങ്ങൾ ചെല്ലുന്ന ദിവസം തന്നെ കേട്ടോ, രാത്രി ഇത് നോക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. എനിക്ക് ആക്ച്വലി പേടിയുണ്ട്. പക്ഷേ പേരൻസും മറ്റേ ഗാർഡിയൻസ് ഒക്കെ പുറത്ത് ഹോളിൽ കിടക്കുന്നു. ഞങ്ങൾ ഒരു 10-15 പേര് ഒരു റൂമിൽ. അപ്പൊ ഞങ്ങളിങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ എല്ലാം ഒക്കെ സെറ്റാക്കി വെച്ചു. അപ്പം ഈ 12 മണി സമയത്ത് നോക്കാൻ പാടുള്ളൂ. ലൈറ്റൊക്കെ ഓഫ് ചെയ്തു ഇങ്ങനെ വിളിക്കുന്ന സംഭവം അറിയാലോ. ഞാനത് പറയണോ? ഗുഡ് സ്പിരിറ്റ്, ഞാനത് പറയുന്നില്ല, വരൂ എന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു ഞങ്ങളെല്ലാവരും. അപ്പം ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് വെച്ച് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, കോയിനൊക്കെ വെച്ചിട്ട്. കുറേ പ്രാവശ്യം പറഞ്ഞിട്ടും വന്നില്ല. അപ്പൊ അതിലൊരു കുട്ടി പറഞ്ഞു, ആ കുട്ടിയുടെ പേര് ഞാൻ പറയില്ല, ബട്ട് ഷീസ് ഫ്രം തഴവ, ആലപ്പയാണെന്ന് എനിക്ക് തോന്നുന്നു. തഴവ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പുള്ളിക്കാരി ഓർമ്മയുണ്ട്, പക്ഷെ നോ കോണ്ടാക്ട്. അങ്ങനെ ഒന്നുകൂടി നമുക്ക് വിളിക്കാം, എല്ലാവരും ഒരേ മനസ്സോടെ വിചാരിച്ചാൽ മാത്രമേ അത് വരുള്ളൂ എന്ന് പറഞ്ഞു. സോ ട്രൈഡ് അഗെയിൻ, വീണ്ടും വിളിക്കുക, മറ്റേ ഗുഡ് സ്പിരിറ്റ് വരൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അതായത് പ്ലീസ് കം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കില്ലേ, ഇവിടെ ഒരു വിൻഡോ, അത് ഞങ്ങൾ എല്ലാവരും റൗണ്ടിലാണ്. ഈ നടുക്കാണ് ഈ സംഭവം, തറയിലാണ്, താഴെ നിലത്താണ്, നടുക്കാണ് ഈ ഓജോബോർഡ് സംഭവങ്ങൾ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ചുറ്റിരിക്കുക. അപ്പൊ ഞാൻ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, എന്റെ ബാക്കിൽ ഒരു വിൻഡോ ഉണ്ട്. വിൻഡോയുടെ ചേർന്നല്ല, നടുക്കാണ്, നമ്മുടെ റൂമിന്റെ നടുക്കാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ബട്ട് ഐ ക്യാൻ സീ, ഈ വിൻഡോ കാണാം, ലെഫ്റ്റ് സൈഡുള്ള വിൻഡോ കാണാം, ബാക്ക് സൈഡിലുള്ള വിൻഡോ എനിക്ക് തിരിഞ്ഞ് നോക്കിയാൽ കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കുട്ടിക്ക് ബാക്ക് സൈഡിലുള്ള വിൻഡോ നന്നായിട്ട് കാണാം. അപ്പൊ ഞങ്ങളിങ്ങനെ 2ാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്യാണ്. കുറേ വിളിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്താണെന്നറിയോ, ഒരു നമ്മുടെ ഈ സൈലന്റ്, അതായത് ഞങ്ങൾ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണല്ലോ ഇരുന്നത്, ഭയങ്കര സൈലന്റ്, പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാൽപാദം ടെറസിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാൽപാദം നേട്ടാൻ നമുക്ക് നല്ല രീതി അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ മുകളിൽ ടെറസിൽ ആരോ കാല് വെച്ച് ചവിട്ടുന്ന 2 കാൽ ഇങ്ങനെ പെട്ടെന്ന്, ഒരു അനക്കും ഒരു സൗണ്ടും ഇല്ലായിരുന്ന സമയത്ത് പെട്ടെന്ന് ടെറസിൽ ആരോ ഇങ്ങനെ ചവിട്ടുന്നത്. അപ്പോഴും ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇറുക്കെ പിടിച്ചു എല്ലാവരെയും. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നത്, ആ വിൻഡോയിലെ ഈ സൈഡിലുള്ള വിൻഡോ, ആ വിൻഡോയിൽ നിന്ന് ഒരു രൂപം നടന്നിങ്ങനെ പോകുന്നു. അപ്പൊ ഞാനത് കണ്ട് ഞാനിങ്ങനെ അടുത്തിരിക്കുന്നതിന് മുറുക്കെ പിടിച്ചു. അപ്പൊ ഈ വ്യക്തി, ഈ പോയ ഇത് തന്നെ ഇതുവഴി പോയി, അത് എന്റെ ഓപ്പോസിറ്റ് ഇരുന്ന കുട്ടിയും കണ്ടു. സോ ഞങ്ങൾ എല്ലാവരും കണ്ടു. ഞങ്ങൾ പെട്ടെന്ന് അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് ലൈറ്റെല്ലാം ഇട്ടിട്ട് പാരന്റ്സിനെ വിളിച്ചു. അപ്പൊ ഞങ്ങൾ എന്തോ കണ്ട് പേടിച്ച് നിന്നിട്ട് അപ്പൊ ഞങ്ങളെല്ലാവരെയും അവിടെ കൊണ്ടുപോയി കിടത്തി. പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ല ഇതാണ്, ഇന്ന് നോക്കിയ കാര്യം ഞങ്ങൾ പറഞ്ഞില്ല. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പം ഈ പല കുട്ടികൾ, അതായത് എന്റെ ഓപ്പോസിറ്റ് ഇരുന്നവർ, ഈ സൈഡ് ഇരുന്നവരൊക്കെ ഈ വിൻഡോയിൽ നിന്ന് പാസ് ചെയ്യുന്ന രൂപങ്ങൾ കണ്ടത് ഇതുവഴി ഒരു പ്രാവശ്യം പാസ് ചെയ്തിട്ട് ബാക്കിൽ കൂടെ പോയി, അതായത് ഈ വിൻഡോ വഴി ബാക്കിലോട്ട് പോയി. അത് കണ്ടു, സൗണ്ട് കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് കഴിയുമ്പോൾ മറ്റേ ആമ്പിള്ളേർ വേറെ എവിടെയോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവരെയും കൂടെ ഇവിടെ വിളിച്ചു വരുത്തി, എല്ലാവർക്കും കൂടെ ഉള്ള ഒരു പ്രാക്ടീസ്, റിഹേഴ്സൽ, ഡാൻസ്. അപ്പോഴാണ് അവരും പറഞ്ഞത്, അവരിവിടെ താമസിച്ചിരുന്ന സമയത്ത് ഒരു ചേട്ടൻ, ഹീസ് ഫ്രം ട്രിവാൻഡ്രം, പുള്ളിക്കാരനും ഈ സെയിം ഓജോ ബോർഡ് നോക്കി, അതായത് ഈ വിളിച്ചു വരുത്തുവാണല്ലോ, ഇങ്ങനെ വിളിച്ചു വരുത്തി
ഇങ്ങനെ എന്തോ അവർക്കും ഒരു സെയിം ഇൻസിഡന്റ് ഫീൽ ചെയ്ത് പുള്ളി എന്തോ ചാടി മതിൽ ചാടി ഇറങ്ങി ഓടി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്ന ഈ ഞങ്ങൾ ഇപ്പോൾ വിളിച്ചു വരുത്തി ആരോ വന്നതായിരിക്കണമല്ലോ ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പക്ഷെ ഈ വിളിച്ചു വരുത്തുന്ന വ്യക്തികളൊന്നും തിരിച്ച് പറഞ്ഞു വിടാനുള്ള ഇത് ഞങ്ങൾ ക്ഷമ കാണിച്ചില്ല. കാരണം വരുമ്പോൾ തന്നെ ഞങ്ങൾ പേടിക്കും. ഇത് തന്നെയാണ് ആമ്പിളറുടെ കേസിന് സംഭവിച്ചത്. വന്നു, എല്ലാം വാരി എറിഞ്ഞ് ഓടി. അപ്പം 2 ഇൻസിഡൻസ് ആയല്ലോ. അത് കഴിഞ്ഞ് ഈ ആമ്പിളറെല്ലാം വന്ന് ഞങ്ങൾ റിഹേഴ്സൽ ഒരു ലേറ്റ് നൈറ്റ് 1 മണി 2 മണി വരെയൊക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോളിൽ. അപ്പോൾ ഈ പേടി ആയതിനു ശേഷം ഞങ്ങൾ പിന്നെ റൂമിലോട്ട് കയറിയിട്ടില്ല. റൂമിലല്ല ഞങ്ങളെല്ലാവരും പാരൻസിൻ്റെ ഒക്കെ കൂടെ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കിടക്കുക. ഒരു ദിവസം ഈ പ്രോഗ്രാം അടുത്ത സമയത്ത് 1 മണി 2 മണി വരെയൊക്കെ പ്രാക്ടീസ് ഉണ്ട്. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഹോളിൽ നിരന്ന് കിടക്കുക. അപ്പോൾ ഒരു ദിവസം ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കിടന്ന് എല്ലാവരും ഉറങ്ങി ശാന്തമായി. കാരണം അതിന് മുൻപ് നമുക്ക് കേൾക്കാൻ പറ്റില്ല ഈ സൗണ്ട്. കിടന്നെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആണും പെണ്ണും കലപിലാതിങ്ങനെ വഴക്കുണ്ടാക്കുന്ന പോലെ സൗണ്ട്. അപ്പോൾ ഞാൻ എടുത്തു പറയാം, ആ വീടിന് കോമ്പൗണ്ട് ചുറ്റും ഒരു വീടുമില്ല. ആദ്യമുള്ളത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്, ആ റോഡിന് ഓപ്പോസിറ്റ് ഒരു കട മാത്രമേ ഉള്ളൂ. ഇത് നടക്കുന്നത് 1 മണി 2 മണി സമയത്താണ് നമ്മൾ ഈ സൗണ്ടുകളും ഒക്കെ കേൾക്കുന്നത്. ചുറ്റിനും ഒരു വീടില്ല. വീട് ആൾതാമസം ഇല്ലാത്ത ഒരു ഏരിയ ആണ്. ആ വീട് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട്. അപ്പോൾ ഞങ്ങളിതെല്ലാം കേട്ടു. കാരണം രാത്രി ആയാലും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ കേട്ടു. അപ്പോൾ അവരെല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങളും കേട്ടല്ലോ, നമുക്ക് ഇന്ന് രാത്രി ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മളെല്ലാവരും ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്തിരിക്കും. നമ്മൾ കിടന്നു കഴിഞ്ഞ് അപ്പം ഞങ്ങളെ പഠിപ്പിക്കുന്ന മാഷിനോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കിടക്കുക. കിടന്നു കഴിഞ്ഞ് അന്ന് വീണ്ടും സെയിം സംസാരം. അതുപോലെ വെള്ളം തുറന്നു വിടുന്ന പോലെ. അപ്പോൾ മോട്ടർ ആരും ഇട്ടിട്ടില്ല, വെള്ളം അടിക്കാനായിട്ട് മോട്ടർ ആരും ഇട്ടിട്ടില്ല. വെള്ളം തുറന്നു വിടുന്ന പോലെ ഒരു സൗണ്ട്. വഴക്കാണ് നമ്മൾ കേൾക്കുന്നത്. ആണും പെണ്ണും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള വഴക്ക്. അപ്പോഴത്തേക്കും എല്ലാവരും അവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തല പൊക്കി. നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല രാത്രി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തല പൊക്കി നോക്കി. നെക്സ്റ്റ് ഡേ ഞങ്ങൾ മാഷും കേട്ടു, പല പാരൻസും കേട്ടു. ഇത്ര ആയപ്പോഴത്തേക്കും ഇതിന്റെ നടത്തിപ്പുകാരനായ പുള്ളിനെ ഞങ്ങൾ അറിയിച്ചു. പുള്ളി മുസ്ലിമാണ്. അപ്പം പുള്ളി എന്ത് ചെയ്തു, അവിടെ പള്ളി നാരയെ കൊണ്ടുവന്നിട്ട് അവിടെ എന്തൊക്കെയോ ഭയങ്കര അങ്ങനെ എന്തൊക്കെയോ ചെയ്തു. അത് കഴിഞ്ഞപ്പം ഈ പയ്യന്മാര് സിഗരറ്റ് സ്മോക്കിങ്ങിന് എന്തോ ഓപ്പോസിറ്റ് കടയിൽ നെക്സ്റ്റ് ഡേ പോയപ്പോഴാണ് ഈ സംഭവം അവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോഴാണ് അവർ പറയുന്നത്, ഇത് ഒരു 4-5 പേര് കൂട്ടത്തിൽ സൂയിസൈഡാണോ സൂയിസൈഡായിരിക്കും, ആത്മഹത്യ ചെയ്തൊരു വീടാണ്. ഇതിന് ശേഷം കുറെ പേർക്ക് റെന്റിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പലരും വരുമ്പോഴും ഇതേപോലെയുള്ള ഇത് കാരണം അവരെല്ലാം 1-2 മാസത്തിനുള്ളിൽ വീട് വിട്ട് ഓടിയിട്ടുണ്ട്. ഇപ്പൊ വർഷങ്ങളായിട്ട് ഇത് ആർക്കും കൊടുക്കാതെ ഇട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ എടുത്തത്, ആ കടക്കാർ പറഞ്ഞത്. സോ പിന്നെ ഒരു കാര്യങ്ങളുണ്ട്. ഞങ്ങൾ എന്നിട്ട് ഡേ ടൈമിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ അവിടെ പുറത്തൊരു അപ്പോൾ ഫുഡും എല്ലാം ഈ കുക്ക് ചെയ്യുന്ന അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള ഫുഡെല്ലാം അവിടെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഡേ ടൈമിൽ ഞങ്ങളിങ്ങനെ നിന്ന്, അപ്പോൾ എനിക്ക് ഒരു സംഭവം ഞാൻ കണ്ടു. ഞാനിങ്ങനെ അപ്പോൾ പുറത്തൊരു അടുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ബാക്ക് സൈഡിൽ പോയി നിന്നപ്പം ഒരു നിഴൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനുഷ്യരൂപം തന്നെയാണ് അറിയാം. ആണാണോ പെണ്ണാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഒരു നിഴൽ, അതായത് ഇപ്പം കാക്ക പറന്നു പോകുമ്പോഴുള്ള നിഴല്, പട്ടി പോകുമ്പോഴുള്ള നിഴൽ, അങ്ങനെയല്ല, മനുഷ്യരുടെ ഒരു നിഴൽ നമുക്കറിയാലോ. അത് പകല് ഞാൻ കണ്ടു. ആ പുറത്ത് അടുപ്പ് വെച്ചിരിക്കുന്ന അവിടുന്ന് കിച്ചണിലോട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. പെട്ടെന്ന് ഞാനത് കണ്ട് ഓടി അകത്ത് പോയി. പിന്നെ ഞങ്ങൾ എല്ലാവർക്കും ഫീൽ ചെയ്ത സംഭവം, അവിടെയുള്ള മാതാപിതാക്കൾക്കായിക്കോട്ടെ, അവിടെ വന്ന കുട്ടികളുടെ കൂടെ വന്നവർക്കായിക്കോട്ടെ, അവിടുത്തെ മാഷിനായിക്കോട്ടെ, അവിടെ വന്ന ഈച്ച് ആൻഡ് എവരി പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും ഫീൽ ചെയ്തൊരു സംഭവമാണ്. സോ എനിക്കിത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക്, ബട്ട് ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ ദൈവം എന്ന് പറയും, ദൈവത്തിനെ ആരും കണ്ടിട്ടില്ല. പക്ഷെ ദൈവം ഉണ്ടെന്ന് എല്ലാ ജാതി മതത്തിലുള്ളവരും വിശ്വസിക്കുന്നു. ലൈക്ക് ദാറ്റ് അതിന് ഓപ്പോസിറ്റ് എന്ത് ഒരു കാര്യമായാലും അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ, ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ദർ ഈസ് എ പോസിറ്റിവിറ്റി. സോ ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ദർ ഈസ് എ നെഗറ്റിവിറ്റി. അപ്പോൾ പോസിറ്റിവിറ്റി ഉണ്ട്, എല്ലാവരും ഇപ്പോഴും കാണാത്ത ദൈവത്തിനെ വിശ്വസിക്കുന്നു. ലൈക്ക് ദാറ്റ് നെഗറ്റിവിറ്റി ഉണ്ട്. അതിന്റെ പ്രേതമാണോ മറ്റെന്തെങ്കിലും ആണോ, അത് മരിച്ചുപോയ ആത്മാവാണോ, അതൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഞാനത് പറയുന്ന ആളല്ല. പക്ഷെ എൻ്റെ ഇത് ഒരു സൈക്കോളജിസ്റ്റ് ആയതിനു ശേഷം ഞാൻ എൻ്റെ സീനിയർ ഡോക്ടേഴ്സിനോട്, എൻ്റെ കൂടെ പഠിച്ച മറ്റ് സൈക്കോളജിസ്റ്റ് പലരോടും ഡിസ്കസ് ചെയ്തു. എടാ ഞാൻ ഈ വീഡിയോ ചെയ്യണോ, ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് വരുമോ? അപ്പൊ ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ട് 8-9 മാസം മുൻപ് ഞാനൊരു ഷോർട്സിൽ ഇത് പറഞ്ഞതാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഞാൻ പറയണോ, വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് പറയണോ? പക്ഷെ എനിക്കത് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കിത് പറയാനുള്ള ഒരു ഇതില്ല. കാരണം ഞാൻ ഈ പാരാസൈക്കോളജി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ സീനിയർ ഡോക്ടേഴ്സായ സൈക്യാട്രിസ്റ്റിനോടും ഒരുപാട് സൈക്കോളജിസ്റ്റിനോടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്.
സോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മാത്രം തോന്നലാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പറയില്ല. ബട്ട് ഒരു കൂട്ടം ആളുകൾ എക്സ്പീരിയൻസ് രാവും പകലുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് വല്ലാത്തൊരു അനുഭവം കേട്ടോ. സോ എനിക്കത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ വിത്ത് അസ്. കമന്റ് ബോക്സ് യൂസ് ചെയ്യൂ. അപ്പൊ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഇനി ഇതിന്റെ പേരിൽ ആരും ചീത്ത പറയരുത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള സംഭവമല്ല. ഒരു കൂട്ടം ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ ഡാൻസ് ട്രൂപ്പ് കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. എനിക്കതിൽ 1-2 പേരെ എപ്പോഴും കോൺടാക്ട് ഉണ്ട്. ഞാൻ അവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നീട് എനിക്ക് അതിന് ശേഷം എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ലൈഫിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു. ഡ്രോണിങ് ആയിരുന്നു. സോ ആ വ്യക്തി മരിച്ചത് ഞാൻ വല്ലാത്ത ഷോക്ക്ഡായി പോയി. സോ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഡ്രോണിങ് ആയിരുന്നു, പെട്ടെന്ന് ഉണ്ടായിരുന്നു മരണോ. അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ പുള്ളിനെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണണം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതുപോലെ വിളിക്കാം. പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഞാൻ വിളിച്ചിട്ടുണ്ട്. ബട്ട് എനിക്കൊന്നും കാണാൻ പറ്റും സ്വപ്നത്തിൽ പോലും, അല്ലെങ്കിൽ ഒരു നിഴലായിട്ടോ ഒരു സൗണ്ടായിട്ടോ ഒന്നും എനിക്ക് കാണാനും പറ്റിയിട്ടില്ല. സോ എനിക്കറിയില്ല. പക്ഷെ അന്നത്തെ ആ എക്സ്പീരിയൻസ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. 2006 ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ നെഗറ്റീവ് എനർജി ഉണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ട്. പക്ഷെ മരിച്ചു പോയവർ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ആത്മാവായിട്ട് പ്രേതമായിട്ട് ഏഷ്യയായിട്ട്, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ഇൻസിഡന്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എന്നോട് ഷെയർ ചെയ്യാം. ദയവ് ചെയ്ത് ചീത്ത വിളിക്കരുത്. കാരണം നടന്ന ആളുകളെ വന്നിട്ട് ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും വർക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള എനിക്ക് ആളുകളെ പറ്റിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ചാനലിൽ വന്നിട്ട് ഒരു കള്ളങ്ങളും പറഞ്ഞിട്ടില്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ വിഡ്ഢിയാക്കുന്ന രീതിയിലോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ആളുകളെ പൊട്ടരാക്കുകയോ വിഡ്ഢിയാക്കുകയോ ആളുകളെ വില കുറച്ച് കാണുകയോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പിന്നെ ഇങ്ങോട്ട് കയറി വന്നിട്ട് അനാവശ്യമായിട്ടുള്ള ബാഡ് കമന്റ്സ്, അങ്ങനെ എൻ്റെ ചാനലിൽ അങ്ങനെ വലുതായിട്ട് ബാഡ് കമന്റ്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഒരു വീഡിയോയ്ക്ക് മാത്രമാണ് കുറച്ച് നെഗറ്റീവ്, അതും എന്നെയല്ല, ഞാൻ ആ പറഞ്ഞ രീതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്. ക്രിറ്റിസൈസ് കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്. ഏത് വീഡിയോ എന്ന് വെച്ചാൽ സർക്കംസിഷൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മുസ്ലിങ്ങൾ എല്ലാവരും വന്നിട്ട് തെറി വിളിക്കും, അല്ലെങ്കിൽ സർക്കംസിഷൻ എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നില്ല. സോ ഞാൻ ആ സർക്കംസിഷൻ വീഡിയോയിൽ എല്ലാവരും സർക്കംസിഷൻ ചെയ്യൂ എന്നല്ല പറഞ്ഞത്. അതിന്റെ ബെനിഫിറ്റ്സും അതിന്റെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ. ലോസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. സോ ഓരോരുത്തർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അനുഭവങ്ങൾ. അപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യൂ. ഓക്കെ, ഞാനിപ്പോൾ മറ്റ് കുറേ സബ്ജക്റ്റുമായിട്ടാണ്, അല്ലെങ്കിൽ എനിക്കിതിൽ റിസർച്ച് നടത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ വേണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ്, എൻ്റെ ഒരു അസംഷൻ ഞാൻ പറയാം. നമ്മളിപ്പോൾ അന്ന് ഒജോ ബോർഡിൽ ആമ്പിള്ളേരും അവിടെ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞു, ഗേൾസും വിളിച്ചു. അപ്പോൾ അവിടെ കുറേ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ കലപില സൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ വഴക്കിടുന്ന സൗണ്ട്, ആണും പെണ്ണും വഴക്കിടുന്ന സൗണ്ടും പൈപ്പിലെ വെള്ളം തുറന്നു വിടുന്ന സൗണ്ടുമാണ് ഞങ്ങൾ രാത്രികളിൽ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മരിച്ച വ്യക്തികളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മാവൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ വരച്ചവരുണ്ടാവും, ഈ പുറത്തുനിന്ന് നീ പറഞ്ഞ പോലെ ഓജോ ബോർഡിൽ വിളിച്ച് വരുത്തിയവരുണ്ടാവും. അവരൊക്കെ ആയിരിക്കല്ലേ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? അറിയില്ല, നമുക്കറിയില്ല. ലൈഫ് ആഫ്റ്റർ ഡെത്ത് നമുക്ക് ആർക്കും അറിയില്ല. നല്ലത് ചെയ്താൽ നല്ലത് അനുഭവിക്കാം. സോ എല്ലാവരും മനുഷ്യന് നന്മ ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക, നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുക, തിന്മ ഒഴിവാക്കുക. ഈ പറഞ്ഞ പോലെ ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് കിട്ടട്ടെ അല്ലേ? സോ അത് ജഡ്ജ് ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തി പോലെ ഇരിക്കും. സോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നുകൂടി പറയാം, ഇത് എൻ്റെ മാത്രം തോട്ടാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ ഷെയർ ചെയ്യില്ല. ഇത് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവം ആയതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണത്. എനിക്കറിയാവുന്ന പേഴ്സണൽ ആളുകൾക്കൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറേ പേര് അന്ന് മുതൽ എനിക്ക് പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്. മാം അന്ന് പറഞ്ഞ ആ ഒരു ഗോസ്റ്റ് പറയൂ. അപ്പോൾ 1 by 1 ആയിട്ട് ഓരോരുത്തർക്കും ഈ കഥ പറയുന്നതിൽ ഭേദം ഞാൻ ചിന്തിച്ചു യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു. സോ സീ യു നെക്സ്റ്റ് ടൈം. അപ്പോൾ പുതിയ എന്തെങ്കിലും ടോപ്പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ബിലോ. അപ്പം പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു.